നമസ്തേ. രാശിയെ അതുപോലെ ഗ്രഹങ്ങളെക്കുറിച്ചാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രഹങ്ങളിൽ പ്രധാനമായും സൂര്യനും ചന്ദ്രനുമാണ് പ്രകാശഗ്രഹങ്ങൾ. സൂര്യനെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതൽ സംസാരിക്കുന്നത്. സൂര്യനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സൂര്യനാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതും ജീവൻ നിലനിർത്തുന്നതിനും പ്രധാനമായ ഗ്രഹം. കാര്യം പ്രകാശമാണ് നമ്മളെ രാവിലെ ഉണ്ടാക്കുന്നതും രാത്രി ഇരുട്ടാക്കുന്നതും. ആ സൂര്യൻ, അതായത് ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ സൂര്യൻ്റെ പ്രകാശത്തിലാണ് ഈ ലോകത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ആ സൂര്യപ്രകാശം എത്ര പ്രധാനമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സൂര്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിന് ആത്മാവുമായിട്ടാണ് ബന്ധം വരിക. സൂര്യൻ എന്ന് പറയുന്നതിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ചിങ്ങമാണ് പ്രധാനമായിട്ടും. ഒരു ഗ്രഹത്തെ എടുക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ക്ഷേത്രം കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. ക്ഷേത്രവും ക്ഷേത്രനാഥനുമാണ് ജ്യോതിഷത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ചിങ്ങം ക്ഷേത്രമാണ് അധികാരക്ഷേത്രം എന്ന് പറയുന്നത്. മന്ത്രിയാണെങ്കിലും IAS ആണെങ്കിലും IPS ആണെങ്കിലും ഏത് തരം അധികാരത്തിലുണ്ടോ, ചെറിയ ഗ്രാമസഭയുടെ തലവനായാൽ പോലും ചിങ്ങത്തിനോ ചിങ്ങരാശിയുടെ അധിപനായ സൂര്യനോ നല്ല ബലം ഉണ്ടാവും. അത് ഏതൊരു ലീഡർഷിപ്പ് വേണമെങ്കിലും നമുക്ക് സൂര്യബലം അല്ലെങ്കിൽ സൂര്യക്ഷേത്രത്തിൻ്റെ ബലം, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലികൾക്ക്, ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരങ്ങൾക്ക് എല്ലാം സൂര്യനും സൂര്യബലവും ആവശ്യമാണ്. അത് ഇനിയൊന്ന്, സൂര്യൻ എന്ന് പറയുന്നത് തന്നെ കോൺഫിഡൻ്റ് ആണ്, ആത്മാവാണ്. ആത്മാവിനെ കോൺഫിഡൻ്റ് എന്ന രീതിയിൽ തന്നെ പറയണം. സൂര്യൻ ആത്മാവാണ്. അതാണ് നമ്മുടെ കോൺഫിഡൻ്റ് എന്ന് പറയും. സൂര്യൻ നല്ല ബലത്തിൽ നിൽക്കുന്ന ഒരാൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരു കാര്യം പൂർത്തീകരിക്കാൻ വളരെ ശക്തനായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യത്തെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ് സൂര്യനാണ് തരുന്നത്. ആ തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സൂര്യന് ബലം വേണം, ചിങ്ങത്തിന് ബലം വേണം. അധികാരം എന്ന് പറയുന്നത് തീരുമാനമെടുക്കലാണ്, ഡിസിഷൻസ് എടുക്കലാണ്. അധികാരം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റൊന്നുമല്ല. ഡിസിഷൻസ് സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സെക്ഷന് വേണ്ടി, ഒരു ഓഫീസിന് വേണ്ടി, ഒരു കമ്പനിക്ക് വേണ്ടി, എന്തിനും തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു പോസ്റ്റിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂര്യന് ബലമുണ്ട് എന്നാണ് അർത്ഥം. ചിങ്ങരാശിക്ക് ബലമുണ്ട് എന്നർത്ഥം. ചിങ്ങരാശിക്ക് ബലമില്ല, സൂര്യന് ബലമില്ലാതെ ഒരാളും ഇത്തരം പോസ്റ്റുകളിൽ ഉണ്ടാവില്ല. IAS ഓഫീസറാണെങ്കിലും IPS ഓഫീസറാണെങ്കിലും ഏത് തരം ഓഫീസ് ജോലിയാണെങ്കിലും സൂര്യനും ചിങ്ങരാശിയും ശുഭമായിരിക്കും. ശുഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൂര്യൻ ഒന്നുകിൽ സ്ഥാനബലം ഉണ്ടാവണം. സ്ഥാനബലം എന്ന് പറയുന്നത് സൂര്യൻ ചിങ്ങരാശിയിൽ നിൽക്കണം, അല്ലെങ്കിൽ മേടം രാശിയിൽ ഉച്ചം നിൽക്കണം. ഇതിനെയാണ് സ്ഥാനബലം എന്ന് പറയുന്നത്. ഇനിയൊന്ന്, സൂര്യൻ ദിഗ്ബലം ഉണ്ടാവണം. ദിഗ്ബലം എന്ന് പറയുന്നത് സൂര്യൻ ഓരോ ദിവസവും നട്ടുച്ച സമയത്ത്, അതായത് 12 മണിയോട് അടുക്ക സമയത്ത് സൂര്യൻ 10ാം രാശിയിൽ വരും. ഏത് ലഗ്നമാണെങ്കിലും 10ാം രാശിയിൽ സൂര്യൻ വരുന്ന സമയം നട്ടുച്ച സമയമാണ്. ആ നട്ടുച്ച സമയത്ത് സൂര്യൻ 10ാം രാശിയിൽ വരുന്ന സമയത്തെയാണ് ദിഗ്ബലം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ദിഗ്ബലം ഉണ്ടാവും. ദിഗ്ബലമുള്ള ആളുകൾ വളരെ ആത്മവിശ്വാസവും കോൺഫിഡൻറ്റും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും ശക്തിയുള്ളവരുമായിരിക്കും. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനബലത്തെ ഞാൻ പറഞ്ഞു. ചിങ്ങരാശി സൂര്യൻ്റെ തന്നെ വീടാണ്. ഉച്ചരാശിയായിട്ടുള്ള സൂര്യൻ ഏറ്റവും ബലം, നട്ടുച്ച സമയം, നല്ല ചൂടുള്ള ഒരു മാസമാണ് നമുക്കറിയാം ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിലാണ്, മേടമാസത്തിലാണ് സൂര്യൻ ഉച്ചത്തിൽ വരിക. മേട 10-നാണ് നട്ടുച്ച സമയം ആയിട്ട് വരിക. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ജാതകം കർക്കടക ലഗ്നം മേട 10-ന് ജനിച്ചതാണ്. മേട 10-ന് ഉച്ച സമയത്ത് ജനിച്ചതാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത. അതായത് കർക്കടക ലഗ്നമാണ്, 10ാം രാശിയിലെ മേടത്തിലെ, അത് 24-ാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ 24-ന് മേട 10-ന് കർക്കടക ലഗ്നത്തിലെ 10ാം രാശിയിലാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ക്രിക്കറ്റിലൊരു പ്രതിഭ നിങ്ങൾക്ക് പിന്നെ കാണാൻ കഴിയില്ല. കാര്യം അതിൻ്റെ കാരണം അത്രയും നേതൃത്വം കൊടുക്കുന്ന, സച്ചിൻ വരുന്ന പോലെ അത്രയും നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ. സൂര്യൻ്റെ ബലമാണ്
നിങ്ങൾ IAS, IPS, ഡോക്ടർ, ഏത് ഡിസിഷൻ എടുക്കുന്ന രാഷ്ട്രീയക്കാർ, ഈ IASന് IPSനേക്കാൾ ബലവാനായിരിക്കണം രാഷ്ട്രീയക്കാർക്ക് സൂര്യൻ. മന്ത്രി, MLA, MP എന്നിവർക്ക് സൂര്യൻ ഇതിനേക്കാൾ ബലമായിരിക്കും, അവരെക്കാൾ ബലം ഉണ്ടാവും. അത്ര ബലം തരുന്ന, ആത്മബലം തരുന്ന ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആത്മബലം സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. ആത്മബലം എന്ന് പറയുന്നതാണ് ഡിസിഷൻ എടുക്കാൻ, കോൺഫിഡൻ്റ് ആണ്. നമ്മളൊരു കാര്യം നമുക്കത് ആവും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്നത് സൂര്യൻ്റെ ബലം കൊണ്ടാണ്. അപ്പോൾ സൂര്യൻ സ്ഥാനബലം ഉണ്ടാവുക, ഒന്നുകിൽ 2 ദിഗ്ബലം ഉണ്ടാവുക. ചില സമയത്ത് ദിഗ്ബലം എന്ന് പറയുന്നത് 10ാം രാശിയിൽ സൂര്യൻ നിൽക്കണം, മേടത്തിൽ നിൽക്കണം എന്നല്ല. ചിങ്ങത്തിലും മേടത്തിലും നിൽക്കുന്ന സൂര്യൻ വന്നിട്ട് സ്ഥാനബലത്തിൽ ബലവാനാണ്. ഗ്രഹങ്ങൾക്ക് സ്ഥാനബലമുണ്ട്, ദിഗ്ബലമുണ്ട്, രണ്ടാമത് ദൃഗ്ബലമുണ്ട്. ദൃഗ്ബലം, യോഗബലം. ദൃഗ്ബലം, യോഗബലം എന്ന് പറയുന്ന 3ാമത്തെ ബലം. ആദ്യം 2 ബലങ്ങളാണ്. സ്ഥാനബലം, അതിൽ ചിങ്ങത്തിൽ നിൽക്കണം അല്ലെങ്കിൽ മേടത്തിൽ ഉച്ചം ചെയ്ത് നിൽക്കണം സൂര്യൻ. പാപന്മാരുടെ യോഗം ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകമാണ്. ഒരു പാപനും നോക്കാനോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ശനിയുടെയോ ഒന്നും യോഗം ഉണ്ടാവാൻ പാടില്ല, ശുഭനായിരിക്കണം അല്ലെങ്കിൽ തെളിച്ച് ഒറ്റയ്ക്ക് നിൽക്കണം. സൂര്യൻ ചിങ്ങത്തിലോ മേടത്തിലോ നിൽക്കുന്നത് അധികാരത്തിനെ അല്ലെങ്കിൽ പൈതൃകത്തെ സംരക്ഷിക്കുന്നവൻ, വലിയ ആളുകളൊക്കെ ഉണ്ടാവുന്നത് ഈ സൂര്യൻ്റെ ബലമാണ്. രണ്ടാമത് ദിഗ്ബലം എന്ന് പറഞ്ഞു, 10ാം രാശിയിൽ സൂര്യൻ നിൽക്കുക. അതൊരു ദിവസം, അത് ഇന്ന സമയം, അത് നമ്മൾ മറ്റു രണ്ടും ചിങ്ങമാസത്തിലും മേടമാസത്തിലും നടക്കുകയുള്ളൂ എങ്കിൽ, ഒരു വർഷത്തിൽ 2 മാസങ്ങളിൽ, ഒരു വർഷം 12 മാസം ഉണ്ടെങ്കിൽ 2 മാസങ്ങളിൽ മാത്രമേ സാധ്യമാവൂ എങ്കിൽ 10ാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുന്നത് ദിനം ഒരു പ്രാവശ്യം വരും. ഉച്ച സമയത്ത് ജനിച്ചാൽ മതി. നട്ടുച്ച സമയത്ത് നിങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ 10ാം രാശിയിൽ സൂര്യൻ വരും. അതായത് നട്ടുച്ച എന്ന് പറയുന്നത് നമുക്കറിയാം, ചില നമ്മൾ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞൊരു മുഹൂർത്തം കുറിച്ച് കൊടുക്കും. ഉച്ച സമയം 12 മണിക്കും 12 മണിക്കും മുമ്പും പിമ്പും 45 മിനിറ്റാണ് നമ്മൾ കൊടുക്കുക, ഒരു നാഴിക നേരം. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? സൂര്യൻ, അതായത് ഭൂമിയിൽ ഏറ്റവും പ്രകാശം, വെളിച്ചം, ഊർജം, എനർജി നിൽക്കുന്ന സമയമാണ് ആ നട്ടുച്ച. ആ സമയത്ത് തന്നെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് ജനിക്കുന്ന ഒരാൾ നിത്യം അതിന് യോഗമുണ്ട്. സൂര്യൻ്റെ യോഗം നിത്യയോഗമാണ്. അയാൾക്ക് പ്രത്യേകമായ ശക്തി, കോൺഫിഡൻ്റ് ഉള്ള ആളായിരിക്കും. അപ്പോൾ 2 ബലങ്ങൾ പറഞ്ഞു. 3ാമത് സൂര്യൻ്റെ ബലമാണ് ദൃഗ്ബലം അല്ലെങ്കിൽ യോഗബലം. സൂര്യന് ഗുരുവിൻ്റെ ദൃഷ്ടി, ഗുരുവിന് 1, 7 യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സൂര്യൻ്റെ കൂടെ നിൽക്കാം. ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് ഗുരുവിന്. അതുകൊണ്ട് തന്നെ സൂര്യനെ നോക്കുന്ന ഗുരു 5ാം ദൃഷ്ടിയായും 7ാം ദൃഷ്ടിയായും 9ാം ദൃഷ്ടിയായിട്ടും സൂര്യനെ നോക്കുന്ന ഗുരു സൂര്യന് ശക്തി കൂട്ടും. ദേവഗുരുവാണ് സൂര്യൻ, രാജാവാണ്. അപ്പോൾ രാജാവിന് ദേവഗുരുവിൻ്റെ സാന്നിധ്യം വളരെ അടുത്തുണ്ടെങ്കിൽ സൂര്യൻ അതിശക്തനായി ശിവരാജയോഗം എന്ന് പറയുന്നൊരു യോഗം വരും. ശിവരാജയോഗം, ദൃഷ്ടി ചെയ്താലും യോഗം ചെയ്താലും വരും. ഗുരു സൂര്യൻ്റെ കൂടെ നിൽക്കുക. പക്ഷെ ഗുരു മൗഢ്യം ചെയ്യുന്നത് നന്നല്ല. മൗഢ്യം ചെയ്യാതെ നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ ശക്തി ശക്തമായിട്ട് നിൽക്കുക. മൗഢ്യം എന്ന് പറയുന്നത് ഗുരുവിന് വരാൻ പാടില്ല. ഒരു 13-14 ഡിഗ്രിക്ക് പുറത്ത് എപ്പോഴും ഗുരു നിൽക്കുന്നതായിരിക്കും, ഒരു നക്ഷത്രത്തിന് പുറത്തെങ്കിലും ഗുരു നിൽക്കുന്നതായിരിക്കും നല്ലത്. മൗഢ്യം ചെയ്യുന്നത് ഗുരുവിൻ്റെ ശക്തി ഇല്ലാതേക്കും. പക്ഷെ ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും സൂര്യന് അതിശക്തി നൽകും എന്നുള്ളതാണ്. അതുപോലെ യോഗങ്ങൾ, ശുക്രൻ്റെ കൂടെയുള്ള യോഗം, എപ്പോഴും സൂര്യൻ്റെ കൂടെ സഞ്ചരിക്കുന്ന 2 ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഭൂമിയുടെ ഇന്നർ ഓർബിറ്റിലുള്ള 2 ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ബുധശുക്രന്മാരെ എപ്പോഴും സൂര്യൻ്റെ കൂടെ സഞ്ചരിക്കുന്ന 2 ഗ്രഹങ്ങളാണ്. അപ്പോൾ ശുക്രൻ എപ്പോഴും സൂര്യൻ്റെ കൂടെ ഉണ്ടാവാം, സൂര്യനെ ശുഭനാക്കാം. ശുക്രന് മൗഢ്യം വരാതിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബുധനും മൗഢ്യം വന്നാലും കുഴപ്പമില്ലാത്തൊരു ഗ്രഹമാണ്. ബുധനും സൂര്യൻ്റെ കൂടെ ഉണ്ടാവാം. അപ്പോൾ സൂര്യൻ എപ്പോഴും ഈ ഒരു ശക്തി, ആത്മശക്തി, കോൺഫിഡൻറ്റ് തരാൻ തയ്യാറാണ്. കാര്യം എപ്പോഴും ബുധനും ശുക്രനും കൂടെ നടത്തുന്ന ഒരു ഗ്രഹമാണ്. അപൂർവ സമയങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ദിഗ്ബലത്തിലും സ്ഥാനബലത്തിലും യോഗബലത്തിലും, അതായത് പൗർണമിയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദൃഷ്ടിയും വളരെ വിശേഷമാണ്. പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി, സൂര്യനെ ശുഭനാക്കുന്ന 3 ഗ്രഹങ്ങൾ, 4 ഗ്രഹങ്ങൾ, 1 ഗുരുവിൻ്റെ ദൃഷ്ടി യോഗം, 2 ശുക്രൻ്റെ യോഗം, ശുക്രൻ ഒരിക്കലും ദൃഷ്ടി ചെയ്യില്ല. ബുധൻ്റെ യോഗം, ബുധൻ ഒരിക്കലും ദൃഷ്ടി ചെയ്യില്ല. പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി,
ചന്ദ്രൻ്റെ യോഗം പാടില്ല, കാര്യം അമാവാസിയാവും. അപ്പോൾ ചന്ദ്രൻ്റെ ദൃഷ്ടി, ഇതാണ് സൂര്യന് ബലം തരുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ ശക്തി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, കോൺഫിഡൻ്റ് ഉണ്ടാവും, ഗവൺമെൻറ് ജോലി ഉണ്ടാവും. ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടാവണമെങ്കിൽ ലഗ്നാധിപന് ശുഭത്വം വരണം, ലഗ്നാധിപനിൽ പാപത്വം വരാൻ പാടില്ല. ഇതെല്ലാം സംഭവിക്കണം. എങ്ങനെ വേണം? സൂര്യന് ഇത്രയും ബലമുണ്ട്, പക്ഷേ ലഗ്നാധിപന് ബലമില്ലെങ്കിൽ ഈ പറയുന്ന പൂർണ്ണാവസ്ഥ കിട്ടില്ല. എന്തിനും ലഗ്നത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും ബലം വളരെ പ്രധാനമാണ്. ഏത് അവസ്ഥയ്ക്കും ഏത് ശുഭഗുണങ്ങൾ കിട്ടണമെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ എന്ത് യോഗങ്ങൾ ഭവിക്കണമെങ്കിലും ലഗ്നത്തിൻ്റെ ബലം ശുഭത്വം എത്രയുണ്ടോ, ലഗ്നാധിപന് എത്ര ശുഭത്വം ബലമുണ്ടോ, ശുഭഗ്രഹങ്ങളുമായിട്ടുള്ള ചേർക്ക അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര അധികരിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ജാതകത്തിൽ കോൺഫിഡൻറ്റിനെയും വർദ്ധിപ്പിക്കും, എല്ലാ അവസ്ഥകളെയും കൂട്ടിത്തരും. അപ്പോൾ സൂര്യൻ്റെ ശുഭത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സൂര്യൻ്റെ ശുഭത്വം ഉണ്ടെങ്കിൽ, സൂര്യൻ ശുഭനാണെങ്കിൽ ഗവൺമെൻറ് ജോലി, ഗവൺമെൻറ് അധികാരങ്ങൾ, പിതാവിൽ നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും, പിതാവ് പ്രശസ്തനായിരിക്കുക. പൗർണമിയിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മന്ത്രിയോ IAS IPS പോലുള്ള അവസ്ഥ, അതിനൊക്കെ ഗുരുവിൻ്റെ സപ്പോർട്ട് വേണം. സൂര്യൻ, ചൊവ്വ, ഗുരുവാണ് IAS IPS ഡോക്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. 3 ഗ്രഹങ്ങളുടെ ബലം വേണം. പക്ഷെ സൂര്യൻ്റെ ആത്മവിശ്വാസം, കോൺഫിഡൻറ്റ് ഏത് ജോലിയിലും എന്തൊരു കാര്യത്തിലും നേതൃത്വത്തിലെത്തിക്കാൻ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ സൂര്യനൊരു പ്രധാനപ്പെട്ട ഗ്രഹമാണ്. സൂര്യൻ പാപനായാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ശുഭനായി കഴിഞ്ഞാലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. സൂര്യൻ നമുക്ക് അധികാരം തരും, കോൺഫിഡൻറ്റ് തരും. ഏതെങ്കിലും കമ്പനിയിൽ മാനേജറായിട്ടോ സൂപ്പർവൈസറായിട്ടോ ഉയർന്ന തസ്തികകളിൽ ആജ്ഞ ചെയ്യുന്ന, നിങ്ങൾക്ക് സല്യൂട്ട് കിട്ടുന്ന അവസ്ഥകളിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സൂര്യന് ബലമുണ്ട് എന്നാണ്. അധികാരം തരുന്ന 2 ഗ്രഹങ്ങൾ ചൊവ്വയും സൂര്യനാണ്. അതിൽ പ്രധാനി സൂര്യനാണ്. ചൊവ്വനേക്കാൾ പ്രധാനിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ ശക്തി നമുക്കറിയാം, നമുക്ക് സല്യൂട്ട് കിട്ടുന്നതാണ്. നമ്മളെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന തരത്തിലായിരിക്കും സൂര്യബലം വരുന്നവർ എന്നുള്ളതാണ്. സൂര്യന് ബലമില്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടാവില്ല, നമുക്ക് ശക്തി ഉണ്ടാവില്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലീഡർഷിപ്പും എടുക്കാൻ കഴിയില്ല. അപ്പോൾ സൂര്യന് ശനി യോഗം, രാഹു കേതു യോഗം. സൂര്യന് ശനി നോക്കാനോ ശനി നിൽക്കാനോ പാടില്ല, കാര്യം ശനി തമോഗ്രഹമാണ്. സൂര്യന് ഇഷ്ടമില്ലാത്ത ക്ഷേത്രങ്ങളാണ് മകരം, കുംഭം എന്ന് 2 ക്ഷേത്രങ്ങൾ. സൂര്യൻ തുലാത്തിൽ നീചമാണെങ്കിൽ പോലും ശുക്രക്ഷേത്രത്തിൽ സൂര്യൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ദോഷഫലങ്ങൾ ചെയ്യും മകരത്തിലും കുംഭത്തിലും സൂര്യൻ. മകരത്തിലോ കുംഭത്തിലോ സൂര്യൻ നിൽക്കാൻ പാടില്ല. അത് ദിഗ്ബലത്തിൽ നിന്നാൽ കുഴപ്പമില്ല. 10ാം രാശിയിൽ 10ാം ക്ഷേത്രത്തിലാണ്, ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ അന്നത്തെ ഉച്ചബലം കിട്ടുന്നതുകൊണ്ട്, ഒരു നിത്യബലം എന്ന് പറയുന്ന യോഗം, ദിഗ്ബലം കിട്ടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാക്കില്ല. അല്ലെങ്കിൽ മകരത്തിലോ കുംഭത്തിലോ നിൽക്കുന്ന സൂര്യന് ശുക്രൻ്റെയോ ബുധൻ്റെയോ യോഗം, അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഇല്ലെങ്കിൽ ആ സൂര്യൻ മഹാനാശം ചെയ്യും. അപ്പോൾ മകരകുംഭങ്ങളിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത 2 ക്ഷേത്രമാണ് മകരകുംഭം. തുലാം നീചക്ഷേത്രമാണ്. ഇടവും അതുപോലെ സൂര്യന് ഇഷ്ടമല്ലാത്ത ക്ഷേത്രമാണ്. ശുക്രന് ഇഷ്ടമല്ല, ശനീന് ഇഷ്ടമല്ല, പ്രധാനമായിട്ടും ശനിയാണ്. അപ്പോൾ ശനി ക്ഷേത്രങ്ങളിൽ സൂര്യൻ നിന്നുകൂടാ എന്നുള്ളതാണ്. നിൽക്കുകയാണെങ്കിൽ ശുഭത്വം ഉണ്ടാവണം, എന്നാൽ ദോഷമില്ല. അപ്പോൾ ശനിയുമായിട്ട് ചേരുന്ന സൂര്യൻ, രാഹുകേതുക്കളുമായിട്ട് സൂര്യൻ ചേരുന്നതൊക്കെ പിതൃനാശത്തെ പറയണം. അങ്ങനെ ചേർന്നുവെങ്കിൽ പിതാവിന് ബുദ്ധിമുട്ടുണ്ടാക്കും, പിതാവുമായി പിരിഞ്ഞിരിക്കും, പിതാവ് നഷ്ടപ്പെടാം, പിതാവില്ലാതെ പോകാം. ഒന്നുകിൽ സൂര്യന് ശനി യോഗം, സൂര്യന് രാഹുകേതുക്കളുടെ യോഗം, അതുപോലെ തന്നെ പിതാവിനെ കുറിക്കുന്ന 9ാം ഭാവം. പിതാവ് ഒരു കാര്യം പറയുന്നത്, ഒരു ഗ്രഹത്തെ വെച്ച് മാത്രമല്ല ജ്യോതിഷത്തിൽ. പിതാവിനെ കുറിക്കുന്ന 9ാം ഭാവം, 9ാം ക്ഷേത്രം വന്നിട്ട് ബലമില്ലാതെ പോകണം. അവിടെ ശനി നിൽക്കുക, രാഹു നിൽക്കുക, പാപന്മാരൊക്കെ നിൽക്കുക, ചൊവ്വ നിൽക്കുക, അതൊക്കെ 9ാം ഭാവത്തിൻ്റെ നാശം പറയും. 9ാം ഭാവത്തിൻ്റെ നാഥൻ, ക്ഷേത്രനാഥൻ ശനി യോഗത്തിലോ രാഹു യോഗത്തിലോ അല്ലെങ്കിൽ അമാവാസി ചന്ദ്രൻ്റെ യോഗത്തിലൊക്കെ നിൽക്കുക. അപ്പോൾ 9ാം ഭാവം കെട്ടുപോകാൻ പാടില്ല, 9ാം ഭാവ അധിപൻ കെട്ടുപോകാൻ പാടില്ല, സൂര്യൻ കെട്ടുപോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിതൃനാശത്തിന് കാരണമാവും, പിതാവിൻ്റെ നഷ്ടം പറയണം. പിതാവിന് ശുഭം ഉണ്ടാവുന്നത് സൂര്യൻ ഫലമായിരിക്കുമ്പോഴാണ്. നാശം ഉണ്ടാവുന്നത് സൂര്യന് അമാവാസി ചന്ദ്രൻ്റെ യോഗം, അതുപോലെ ശനി
രാഹുകേതുക്കളുടെ യോഗമൊക്കെ വരുമ്പോഴാണ്. ഇതിലെ അമാവാസി എന്ന് പറയുന്നത് പലപ്പോഴും അമാവാസികൾ എല്ലാ അമാവാസികളും ദോഷം ചെയ്യില്ല. ഈ തുലാം മാസത്തിലെ അമാവാസി, അതാണ് ദീപാവലി. തുലാം മാസത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയത്തുണ്ടാവുന്ന അമാവാസി ചന്ദ്രൻ ബുദ്ധിമുട്ടാണ്, നല്ല ദോഷം ചെയ്യും. അതിന് നമുക്ക് ശുക്രയോഗമോ, അല്ലെങ്കിൽ അവിടെ ശുക്രയോഗം ഉണ്ടെങ്കിൽ ആ ദോഷം ഫലിക്കില്ല, ബുധയോഗം ഉണ്ടെങ്കിലും ഫലിക്കില്ല, അതുപോലെ തന്നെ ഗുരുദൃഷ്ടി ഉണ്ടെങ്കിലും ഫലിക്കില്ല. അപ്പോൾ ചില രാശികൾ, മകരം കുംഭം രാശികളിൽ അമാവാസി വരുന്ന ഒട്ടും നന്നല്ല. ആ അമാവാസികളിലൊക്കെ ജനിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് ഒന്നുകിൽ ബുധശുക്ര യോഗമോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയോ വേണം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ യോഗം പോരാ, അവിടെ ഗുരു നീചനായി പോകും. അതുകൊണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയോ ഉണ്ടെങ്കിലാണ് മകര കുംഭ രാശികളിൽ നിൽക്കുന്ന സൂര്യന് ബലം പറയാൻ പറ്റും. സൂര്യൻ കുംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ചിങ്ങത്തിന് നോക്കുന്നതുകൊണ്ട് കുംഭം അത്ര ദോഷമല്ല. മകര ലഗ്നക്കാർക്ക് സൂര്യൻ ദോഷമായിട്ട് ഭവിക്കും. കാര്യം മകര ലഗ്നക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സൂര്യൻ്റെ ദോഷം ഭവിക്കുക എന്നുള്ളതാണ്. മകര ലഗ്നക്കാർക്ക് അഷ്ടമത്തിലാണ് സൂര്യൻ, അഷ്ടമാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ ശുഭനായി തന്നെ നിൽക്കണം. മകര ലഗ്നക്കാർക്ക് സൂര്യൻ ശനിയോഗത്തിലോ രാഹുകേതു യോഗത്തിലോ വരുന്നത് നന്നല്ല. ഒന്നുകിൽ ഗുരുദൃഷ്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ ശുക്രയോഗം ബുധയോഗം മകരലഗ്നക്കാർക്ക് നിർബന്ധമായിട്ടും വരണം. അതുപോലെ തന്നെയാണ് ഏറ്റവും നന്നായി വരിക ധനു ലഗ്നക്കാർക്ക് സൂര്യനും ബുധനും തമ്മിലുള്ള ധർമ്മകർമാധിപ യോഗം എന്ന് പറയും. ധനു ലഗ്നക്കാർക്ക് 9, 10 രാശികളിൽ നിൽക്കുന്ന രാശിയുടെ നാഥനായ സൂര്യനും ബുധനും നല്ല ഭാവങ്ങളിൽ യോഗം ചെയ്തു കഴിഞ്ഞാൽ ധനു ലഗ്നക്കാർക്ക് ബുധ രവി യോഗം വളരെ നന്നായിരിക്കും. അവരുടെ ജീവിതത്തിലെ കർമ്മപുഷ്ടിയൊക്കെ വളരെ ശക്തമായിരിക്കും. പ്രത്യേകിച്ചും 10ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ വളരെ ശക്തി ഉണ്ടാവും, നല്ല അവസ്ഥയുണ്ടാവും. അപ്പോൾ സൂര്യൻ്റെ ഒരുപാട് കാര്യങ്ങളും സൂര്യൻ നമുക്ക് തരുന്ന പ്രകാശത്തിൻ്റെ ശക്തി കൊണ്ട് ആത്മാവിനുണ്ടാകുന്ന ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ആത്മാവ്, മനസ്സ്, അല്ലെങ്കിൽ ആത്മാവ് പരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ആത്മാവ് നമ്മളിൽ ജനറ്റിക്കായിട്ട് ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായിട്ടും കോൺഫിഡൻറ്റ് ജനിക്കുമ്പോഴാണ് പെട്ടെന്ന്, അല്ലെങ്കിൽ പരിശീലനത്തിൽ നമുക്ക് നേടാമെങ്കിലും അതിനൊരു ലിമിറ്റുണ്ട്. അത് സൂര്യബലം ഉണ്ടാവുന്നവർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ജനിക്കുമ്പോൾ പരമാണ് ശരിക്കും പറഞ്ഞ ആത്മാവ്. പ്രകൃതിയിൽ നിന്ന് ജനിക്കുമ്പോൾ കിട്ടുന്ന ശക്തിയാണ് സൂര്യശക്തി. ആ സൂര്യശക്തിയാണ് നമ്മുടെ ഏറ്റവും ശക്തമായിട്ടുള്ള കോൺഫിഡൻറ്റ് തരുന്നത്. ആ കോൺഫിഡൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കാൻ കഴിവുണ്ടാക്കുന്നതും. എല്ലാ തരത്തിലുള്ള ഡിസിഷൻസിൻ്റെയും പിന്നിൽ സൂര്യൻ്റെ ശക്തിയാണ്. നിങ്ങളിൽ എത്ര സൂര്യശക്തി ഉണ്ടോ അത്രയും നിങ്ങൾ ജീവിത വിജയം നേടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമസ്തേ.